ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ BBA FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫൗണ്ടേഷൻസ് ഫോർ ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ് എന്ന പേപ്പറിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ക്ലാസ്സാണ്. നമ്മൾ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു പേപ്പറിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് പ്രോബിലിറ്റി ആണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ രണ്ട് ഏരിയയാണ്. ഒരു ഏരിയയിൽ വരുന്നത് ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ് ആണ്, മറ്റൊരു ഏരിയ പ്രോബിലിറ്റി ആണ്. ഇതിൽ ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് തിയറി മാത്രമേ ഉള്ളൂ. പ്രോബിലിറ്റിയിൽ എന്തുണ്ട്, പ്രോബ്ലംസും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പേപ്പർ ഒരു മാത്തമാറ്റിക്കൽ ടച്ചുള്ള പേപ്പറാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേപ്പർ കുറച്ചും കൂടി നിങ്ങൾ ബാക്കിയുള്ള പേപ്പറിനേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകണം. ഇവിടെ തിയറിക്കും പ്രോബ്ലത്തിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ബിസിനസ് അനലിറ്റിക്സ്. ബിസിനസ് അനലിറ്റിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് കളക്ടിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഡാറ്റ ടു സപ്പോർട്ട് ബെറ്റർ ബിസിനസ് ഡിസിഷൻസ്. ബെറ്ററായുള്ള ബിസിനസ് ഡിസിഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ബിസിനസ്സിനെ സഹായിക്കുന്നതിന് വേണ്ടി ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡാറ്റകൾ കളക്ട് ചെയ്യുന്ന പ്രോസസ്സ്, ആ കളക്ട് ചെയ്ത ഡാറ്റ അനലൈസ് ചെയ്യുന്ന പ്രോസസ്സ്, അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതും അത് അനലൈസ് ചെയ്യുന്നതും അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള പ്രോസസ്സിന് പറഞ്ഞ പേരാണിത് ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ്. ഇതെന്തിനാണ് നമുക്ക് സഹായിക്കുക? ബെറ്ററായിട്ടുള്ള തീരുമാനങ്ങൾ, ഒരു ബിസിനസ്സിന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ് അനലിറ്റിക്സ് നടത്തുന്നത്. മറ്റൊരു മീനിങ് നോക്കാം. ഇറ്റ് കമ്പൈൻസ് ഡാറ്റ അനാലിസിസ്. ഇതിലെന്തൊക്കെ വരും? ഡാറ്റ അനാലിസിസ് ഉൾക്കൊള്ളും, സ്റ്റാറ്റിസ്റ്റിക്സ് ഉൾക്കൊള്ളും, ടെക്നോളജി വരും, ആൻഡ് ബിസിനസ് നോളജ്. അപ്പോൾ എന്തൊക്കെ വരിക? ഡാറ്റ അനാലിസിസ് വരും, സ്റ്റാറ്റിസ്റ്റിക്സ് വരും, ടെക്നോളജി വരും, ആൻഡ് ബിസിനസ് നോളജ് ടു ഐഡൻറ്റിഫൈ ട്രെൻഡ് മനസ്സിലാക്കാനും, സോൾവ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ, ആൻഡ് ഇംപ്രൂവ് പെർഫോമൻസ്. അപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ മായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആണെന്ത്, ബിസിനസ് അനലിറ്റിക്സ്. അപ്പോൾ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാം, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ ഇതിന് എന്തൊക്കെ ഉൾക്കൊള്ളും? ഡാറ്റ അനാലിസിസ് വരും, സ്റ്റാറ്റിസ്റ്റിക്സ് വരും, ടെക്നോളജി വരും, ആൻഡ് ബിസിനസ് നോളജ് വരും. അപ്പം നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു വിശകലനം നടത്തുക. അതിനെയാണ് നമ്മൾ പറയുന്നത് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡാറ്റകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം ഉണ്ടാക്കിയിട്ട് നല്ല തീരുമാനങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന് പറഞ്ഞ പേരാണിത് ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സിലബസിൽ വരുന്ന ടോപ്പിക്കാണ് വൈ അനലിറ്റിക്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് അനലിറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം, അല്ലെങ്കിൽ നമുക്ക് പറയാം കീ റീസൺ ഫോർ യൂസിങ് അനലിറ്റിക്സ്. എന്തിനാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് അനലിറ്റിക്സ് ഉപയോഗിക്കുന്നത്? അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഒരു മാനേജേഴ്സ് അവരുടെ സ്ഥാപനത്തിൽ ബിസിനസ് അനലിറ്റിക്സ് ഉപയോഗിക്കാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് എന്താണ്? നല്ല തീരുമാനം എടുക്കുക. മാനേജേഴ്സ് ക്യാൻ യൂസ് റിയൽ ഡാറ്റ ടു മേക്ക് ആക്യുറേറ്റ് ഇൻഫോംഡ് ഡിസിഷൻസ്. അല്ലേ, റിയൽ ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യണം, അവർക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി. രണ്ടാണ് ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി, ആ സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി. അനലിറ്റിക്സ് ഐഡൻറ്റിഫൈ ഓപ്പറേഷൻ ഇൻഎഫിഷ്യൻസീസ്. എന്ത് ചെയ്യും, നമ്മൾ ഈ അനലിറ്റിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഇൻഎഫിഷ്യൻസി ഏതൊക്കെയാണ്, നമുക്ക് ഏതൊക്കെ ഭാഗത്താണ് കാര്യക്ഷമത ഇല്ലാത്തതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിലൂടെ നമുക്ക് കോസ്റ്റ് കുറക്കാനും അവിടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? ഇമ്പ്രൂവ് എഫിഷ്യൻസി. മൂന്നാമത്തെ പോയിൻ്റ് കസ്റ്റമർ അണ്ടർസ്റ്റാൻഡിങ്. ഒരു ബിസിനസ് ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ പഠിക്കുന്നത് കൂടി അവരുടെ കസ്റ്റമറുടെ ബിഹേവിയറും പ്രിഫറൻസും സാറ്റിസ്ഫാക്ഷൻ ലെവലും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ബിസിനസ് ലേൺ കസ്റ്റമർ പ്രിഫറൻസ്
ഏതൊക്കെ പ്രൊഡക്റ്റാണ് കസ്റ്റമർ പ്രിഫർ ചെയ്യുന്നത്, ബിഹേവിയർ എങ്ങനെയാണ് കസ്റ്റമർ പെരുമാറുന്നത്, ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ അല്ലെ നമ്മൾ എങ്ങനത്തെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുമ്പോഴാണ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുന്നത്. അപ്പം 3 പോയിൻ്റാണ് പറഞ്ഞത്. 1 ബെറ്റർ ഡിസിഷൻസ്, 2 ഇംപ്രൂവ്ഡ് എഫിഷ്യൻസി, 3 കസ്റ്റമർ അണ്ടർസ്റ്റാൻഡിങ്. 4ാമത്തെ റീസണാണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അല്ലേ എതിരാളികൾ, റൈവൽ ഫേംസ്, നമുക്ക് എതിരെ മാർക്കറ്റിലുള്ള മറ്റു ഫേമുകൾ, അവരുടെ മുകളിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാണ്. നമ്മളുടെ ഡാറ്റയെക്കുറിച്ച് കൃത്യമായിട്ട് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മളെ ഡാറ്റ അല്ലേ നമ്മുടെ ട്രെൻഡ് എന്താണ്, നമ്മുടെ ഏറ്റവും മൂവ്മെൻ്റ് ആയ പ്രൊഡക്റ്റ് ഏതാണ്, അതിലൂടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് കഴിയും. അപ്പോൾ ഓർഗനൈസേഷൻ ക്യാൻ ഐഡൻറ്റിഫൈ മാർക്കറ്റ് ട്രെൻഡ്, മാർക്കറ്റിലെ ട്രെൻഡ് ഏതാണ്, ഫാസ്റ്റർ ദാൻ കോമ്പറ്റേറ്റേഴ്സ്. അപ്പം നമ്മളുടെ കോമ്പറ്റേറ്റേഴ്സിനേക്കാൾ ഉള്ളതിനേക്കാൾ നമ്മളുടെ ഏത് പ്രൊഡക്റ്റാണ് മാർക്കറ്റ് ട്രെൻഡ് എന്ന് മനസ്സിലാക്കാൻ ബിസിനസ് അനലിറ്റിക്സ് സഹായിക്കും. നെക്സ്റ്റാണ് റിസ്ക് മാനേജ്മെൻറ്റ്. റിസ്ക് മാനേജ് ചെയ്യാൻ അനലിറ്റിക്സ് ഹെൽപ്പ് ഡിറ്റക്റ്റ് ഫ്രോഡ് ഡിറ്റക്റ്റ് തടയാൻ, അതുപോലെ തന്നെ ഫോർകാസ്റ്റ് റിസ്ക്, നമ്മൾ ഭാവിയിൽ വരുന്ന റിസ്ക് ഒക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ, ആൻഡ് റെഡ്യൂസ് അൺസർട്ടനിറ്റീസ്. അപ്പോൾ അൺസർട്ടനിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിലൂടെയും അതുപോലെ തന്നെ റിസ്ക് ഫോർകാസ്റ്റ് ചെയ്യുന്നതിലൂടെയും ഫ്രോഡ് ഡിറ്റക്റ്റ് ചെയ്യുന്നതിലൂടെയും നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റിന് സഹായിക്കുന്നു അല്ലേ, ബിസിനസ് അനലിറ്റിക്സ് സഹായിക്കുന്നു. ദെൻ ഇൻക്രീസ്ഡ് റവന്യൂ കൂട്ടാൻ, അണ്ടർസ്റ്റാൻഡിങ് സെയിൽസ് ട്രെൻഡ് ആൻഡ് കസ്റ്റമർ നീഡ്സ്, ബിസിനസ് ക്യാൻ ഇംപ്രൂവ് പ്രോഫിറ്റബിലിറ്റി. ഒരു ബിസിനസ് അവരുടെ സെയിൽസിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കുന്നതിലൂടെയും അതുപോലെ തന്നെ കസ്റ്റമറുടെ നീഡ് മനസ്സിലാക്കുന്നതിലൂടെയും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അനലിറ്റിക്സ് ചെയ്യുന്നതിലൂടെ മനസ്സിലാവും. അവിടെ ആ ഒരു 6 പോയിൻ്റാണ് റീസണായിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ വൈ അനലിറ്റിക്സ് ഈസ് ഇമ്പോർട്ടൻറ്റ്. 1 ഡിസിഷൻ മേക്കിംഗ് പറഞ്ഞു, 2 എഫിഷ്യൻസി പറഞ്ഞു, 3 കസ്റ്റമർ അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞു, 4 കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, 5 റിസ്ക് മാനേജ്മെൻറ്റ്, 6 ഇൻക്രീസ്ഡ് റവന്യൂ. ഓരോ പോയിൻറ്റും കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് വരുന്ന മേജറായിട്ടുള്ള ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ്. അതിൽ വരുന്ന 1ാമത്തെ ടൈപ്സാണ് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു നടന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ സമ്മറൈസ് ചെയ്യുക, ഒരു സമ്മറി ചെയ്യുക അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ നൽകുക. ഒരു സ്ഥാപനത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സമ്മറിയോ ഒരു ഡിസ്ക്രിപ്ഷനോ നൽകുന്നതിനാണെന്ന് പറഞ്ഞ് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. കറക്റ്റ് മീനിങ് നോക്കാം. ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് സമ്മറൈസസ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹാസ് ആൾറെഡി ഹാപ്പൻഡ്, എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന്. ആ ഹിസ്റ്റോറിക്കൽ ഡാറ്റയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിസ്ക്രിപ്ഷനോ സമ്മറിയോ നൽകുന്നു. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ നടന്ന കാര്യത്തെക്കുറിച്ച് അല്ലേ നമ്മളൊരു എക്സ്പ്ലനേഷൻ, ഒരു ചെറിയൊരു വിവരക്കുറിപ്പ് എഴുതുന്നതിനാണ് വന്ന് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം പറയാച്ചാൽ, ഒരു എക്സാമ്പിൾ പറയാച്ചാൽ, നമ്മുടെ സ്ഥാപനത്തിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസ് നല്ല രീതിയിൽ കൂടി, എന്തുകൊണ്ടത് കൂടി എന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡിസ്ക്രിപ്ഷൻ നൽകുന്നു, ഒരു സമ്മറി തയ്യാറാക്കുന്നു. ഇനി നോക്കാൻ പോകുന്നത് ഏതൊക്കെ ടെക്നിക്സാണ് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്കാണ് റിപ്പോർട്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, ഏതൊരു പ്രോഗ്രാം നടന്നാലും എന്തൊരു കാര്യം നടന്നാലും സ്ഥാപനത്തിൽ ഓരോ മാസം അല്ലെങ്കിൽ ആഴ്ചകളിലൊക്കെ എന്ത് ചെയ്യും, റിപ്പോർട്ട് തയ്യാറാക്കും. റിപ്പോർട്ട് എന്താണ്, ആൾറെഡി നടന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ തയ്യാറാക്കുക. അതുകൊണ്ട് തന്നെ അതെന്താണ്, ഒരു ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സാണ്. ദെൻ ഡാഷ്ബോർഡ്, റിപ്പോർട്ട് പോലെ തന്നെയാണ് ഡാഷ്ബോർഡും ഒരു ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സാണ്. നടന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാഷ്ബോർഡ് തയ്യാറാക്കുന്നത്. നെക്സ്റ്റാണ് ഡാറ്റ വിഷ്വലൈസേഷൻ. അല്ലെ ഒരു നടന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ സ്ക്രീനിലൊക്കെ TV-യിലൊക്കെ എന്ത് ചെയ്യുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു. അതും എന്ത് തന്നെയാണ്, ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സാണ്. നെക്സ്റ്റാണ് KPIs, അല്ലെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സാണ് KPIs. അതും എന്ത് തന്നെയാണ്, ഒരു ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സിൻ്റെ ടെക്നിക്കാണ്. ജസ്റ്റ് മനസ്സിലാക്കുക. ഒരു എക്സാമ്പിളും കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. എ കമ്പനി അനലൈസസ് മന്ത്ലി സെയിൽസ് റിപ്പോർട്ട് ടു ഐഡൻറ്റിഫൈ ടോപ്പ് സെല്ലിംഗ് പ്രൊഡക്റ്റ്. ഒരു കമ്പനി എന്ത് ചെയ്യുന്നു,
അവരുടെ സെയിൽസ് റിപ്പോർട്ട് മന്ത്ലി തയ്യാറാക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്ത പ്രൊഡക്റ്റ് ഏതാ അറിയാൻ വേണ്ടി. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നടന്ന കാര്യത്തെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ നൽകുക, ഒരു സമ്മറി നൽകുക, അതാണെന്ത് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ബെനഫിറ്റ്സ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ്, ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് പാസ്റ്റ് പെർഫോമൻസ്. പാസ്റ്റ് പെർഫോമൻസ് മനസ്സിലാക്കാൻ സഹായിക്കും. സിംപ്ലിഫൈസ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ. വലിയ എമൗണ്ട് ഓഫ് ഡാറ്റ സിംപ്ലിഫൈ ചെയ്യാൻ ഡിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്സ് സഹായിക്കും. ദെൻ ഡിസിഷൻ മേക്കിങ്ങിന് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ട്രെൻഡ് ആൻഡ് പാറ്റേൺ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ട്രെൻഡും പാറ്റേണും മനസ്സിലാക്കാൻ ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് സഹായിക്കും. മെഷർ ബിസിനസ് പെർഫോമൻസ് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ സപ്പോർട്ട് റിപ്പോർട്ട് പ്രിപ്പറേഷൻ, നമുക്ക് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കാൻ സഹായിക്കും. ഡാറ്റ വിഷ്വലൈസേഷനെ എൻഹാൻസ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ ഹെൽപ്സ് ടു മോണിറ്റർ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. ഏത് ഇൻഡിക്കേറ്ററാണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസി എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കും. ദെൻ പ്രൊവൈഡ് ക്ലിയർ ബിസിനസ് ഇൻസൈറ്റ്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നടന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത് ചിന്തിച്ചാൽ തന്നെ ഒരുപാട് പോയിന്റ് കിട്ടും. ഓരോ പോയിന്റും കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്സ് ഓഫ് ബിസിനസ് അനലിറ്റിക്സ് ആണ് ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സ്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞ ടേം എല്ലാവർക്കും പരിചയമുള്ള ടേമായിരിക്കും. എന്തുകൊണ്ട് ഒരു കാര്യം നടന്നു എന്നതാണ് ഡയഗ്നോസ്റ്റിക് കൊണ്ട് അർത്ഥമാക്കുന്നത്. കൂടുതലും ഈ ഒരു ടേം ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡോക്ടർ പേഷ്യൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ രോഗിയുടെ രോഗം, എന്തുകൊണ്ട് ആ രോഗം വന്നു എന്നത് ഡോക്ടർ കണ്ടെത്തുമല്ലോ, അതാണെന്ത് ഡയഗ്നോസ്റ്റിക്. ആ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഓർമ്മ വേണം. എന്നിരുന്ന ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. ഡയഗ്നോസ്റ്റിക് അനലിസ്റ്റിക് എക്സ്പ്ലെയിൻ ദ റീസൺ ബിഹൈൻഡ് പാസ്റ്റ് ഇവൻറ്റ്. എന്തുകൊണ്ടാണ് ആ കാര്യം സംഭവിച്ചത്, വൈ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എന്തായിരുന്നു, വാട്ടായിരുന്നു. ഇവിടെ വൈ ആണ്. ഓർ ഔട്ട്കംസ് അല്ലേ, എന്തുകൊണ്ട് ആ ഇവൻറ്റ് സംഭവിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ റിസൾട്ട് കിട്ടി എന്നതാണ് ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സുകളാണ്, ഒന്നാണ് ഡ്രിൽ ഡൗൺ അനാലിസിസ്, സെക്കൻഡ് കോറിലേഷൻ അനാലിസിസ്, റൂട്ട് കോസ് അനാലിസിസ്, ഡാറ്റ മൈനിങ്. അപ്പോൾ ഏതൊക്കെ ടെക്നിക്സാണ്? ഡ്രിൽ ഡൗൺ അനാലിസിസ്, അതുപോലെ തന്നെ കോറിലേഷൻ നമുക്ക് പഠിക്കാനുള്ളതാണ്, റൂട്ട് കോസ് അനാലിസിസ്, ഡാറ്റ മൈനിങ്. ഇതൊക്കെയാണിത് ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സിന് ഉപയോഗിക്കുന്ന ടെക്നിക്സ്. ഇനിയൊരു എക്സാമ്പിൾ പറയാച്ചാൽ, എ റീറ്റെയിലർ ഇൻവെസ്റ്റിഗേറ്റ് വൈ സെയിൽസ് ഡ്രോപ്പ്ഡ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ. ഒരു പ്രത്യേക ഏരിയയിൽ എന്തുകൊണ്ടാണ് സെയിൽസ് കുറയുന്നതെന്ന് ഒരു റീറ്റെയിൽ എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. എന്തുകൊണ്ടാണ്, അപ്പോൾ എന്തായി, അവിടെ ഡയഗ്നോസ്റ്റിക് വന്നു. അപ്പോൾ വൈ എന്നുള്ള ചോദ്യമാണ് ഡയഗ്നോസ്റ്റിക്കിൽ വരിക. വാട്ട് എന്നുള്ള ചോദ്യമാണ് എവിടെ വരിക, ഡിസ്ക്രിപ്റ്റീവിൽ വരിക. ദെൻ നമുക്ക് ബെനിഫിറ്റ് നോക്കാം. ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സിൻ്റെ ബെനിഫിറ്റ് ഫസ്റ്റ് പോയിൻ്റാണ് ഐഡൻറ്റിഫൈ കോസസ് ഓഫ് പ്രോബ്ലം അല്ലേ. എന്താണ് കാരണം, പ്രോബ്ലത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ ഡയഗ്നോസ്റ്റിക് അനലിറ്റിക്സ് സഹായിക്കും. ഹെൽപ്സ് റൂട്ട് കോസ് അനാലിസിസ്, യഥാർത്ഥ റൂട്ട്, ആ ഒരു കാരണം വരാനുള്ള യഥാർത്ഥ റൂട്ട് മനസ്സിലാക്കാൻ സഹായിക്കും. സപ്പോർട്ട് പ്രോബ്ലം സോൾവിങ്, പ്രോബ്ലം കൃത്യമായിട്ട് സോൾവ് ചെയ്യാൻ സഹായിക്കും. ഡിറ്റക്ട് ബിസിനസ് വീക്ക്നെസ്, ബിസിനസ്സിൻ്റെ വീക്ക്നെസ് എവിടെയാണ്, പോരായ്മ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ഹെൽപ്സ് ഇംപ്രൂവ് ബിസിനസ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ എഫിഷ്യൻസി കൂട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ ഐഡൻറ്റിഫൈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്, രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡയഗ്നോസ്റ്റിക് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബെനിഫിറ്റും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും അല്ലെ. വൈ ആണ് ഡയഗ്നോസ് അല്ലെ, എന്തുകൊണ്ട് ഒരു കാര്യം നടന്നു, ആ റീസൺ ബിഹൈൻഡ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് അനലിറ്റിക്സ് ആണ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ്. പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് യൂസ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ
ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ ടു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ഔട്ട്കംസ്. നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റയും സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലും ഉപയോഗിച്ചിട്ട് ഫ്യൂച്ചർ ഔട്ട്കംസ് പ്രഡിക്റ്റ് ചെയ്യുക. പ്രഡിക്റ്റീവ് പ്രവചിക്കുക, ഫ്യൂച്ചർ കാര്യം പ്രവചിക്കലാണിത്, ഫ്യൂച്ചറിലെ റിസൾട്ട് പ്രവചിക്കലാണിത് പ്രഡിക്റ്റീവ് അനലിറ്റിക്സ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് മെഷീൻ ലേണിംഗ്, റിഗ്രഷൻ അനാലിസിസ്. റിഗ്രഷൻ അനാലിസിസ് തന്നെയാണ് ഒരു പ്രഡിക്ഷൻ ടൂളാണ് അല്ലേ. പ്രഡിക്റ്റിംഗ് അൺനോൺ വാല്യൂ ഫ്രം നോൺ വാല്യൂ ആണിത് റിഗ്രഷൻ. എന്താണ് പ്രഡിക്റ്റിംഗ് അൺനോൺ വാല്യൂ ഫ്രം നോൺ വാല്യൂ ആണിത് റിഗ്രഷൻ. ദെൻ ഫോർകാസ്റ്റിംഗ് മോഡൽസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഫ്യൂച്ചറിനെ പ്രഡിക്റ്റ് ചെയ്യുകയാണ്. ആ പ്രഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചിട്ടും സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ വെച്ചിട്ടും ഫ്യൂച്ചറിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ആൻ ഓൺലൈൻ സ്റ്റോർ പ്രഡിക്റ്റ് ഫ്യൂച്ചർ കസ്റ്റമർ പർച്ചേസസ്. ഒരു ഓൺലൈൻ സ്റ്റോർ എന്ത് ചെയ്യാണ്, ഒരു ഫ്യൂച്ചറിൽ കസ്റ്റമർ ഇന്ന കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യും എന്ന് പ്രഡിക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ 3 അനലിറ്റിക്സ് പറഞ്ഞു. 1 ഡിസ്ക്രിപ്റ്റീവ്, 2 ഡയഗ്നോസ്റ്റിക്, 3 പ്രഡിക്റ്റീവ്. നെക്സ്റ്റ് നമുക്ക് പ്രഡിക്റ്റീവ് അനലിറ്റിക്സിൻ്റെ ബെനിഫിറ്റ് നോക്കാം. ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ട്രെൻഡ് അല്ലേ. ഫ്യൂച്ചർ ട്രെൻഡ് ഫോർകാസ്റ്റ് സഹായിക്കും. ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യിക്കും. അതുപോലെ തന്നെ പ്രഡിക്റ്റ് കസ്റ്റമർ ബിഹേവിയർ, ഒരു കസ്റ്റമറുടെ ബിഹേവിയർ പ്രഡിക്റ്റ് ചെയ്യാൻ സഹായിക്കും. അതുപോലെ തന്നെ ബിസിനസ് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. സപ്പോർട്ട് ബെറ്റർ പ്ലാനിങ്ങിന് സഹായിക്കും. ഇൻക്രീസ് ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടാൻ, ഇംപ്രൂവ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, അതുപോലെ തന്നെ ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന്, പ്രോഫിറ്റബിലിറ്റി. ഓരോ പോയിൻ്റ് ഡീറ്റെയിൽ ആയി പാടില്ല, ജസ്റ്റ് പോയിന്റുകൾ മനസ്സിലാക്കുക. പ്രഡിക്റ്റീവ് അനലിറ്റിക്സ് എന്താണെന്ന് അറിഞ്ഞാൽ തന്നെ അതിൻ്റെ ബെനിഫിറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. പോയിന്റും കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഭാഗം വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് 4th ടൈപ്സ് ആണ് പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് റെക്കമെൻഡ്സ് ബെസ്റ്റ് ആക്ഷൻ ടു അച്ചീവ് ഡിസൈഡ് ഔട്ട്കംസ്. നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള, നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച ലക്ഷ്യത്തേക്ക് എത്തുന്നതിന് വേണ്ടി ഒരു നല്ല ആക്ഷൻ എടുക്കാൻ, നല്ലൊരു തീരുമാനമെടുക്കാൻ സഹായിക്കുന്നതാണിത് പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഒപ്റ്റിമൈസേഷൻ മോഡൽ അല്ലേ. ഒപ്റ്റിമൈസേഷൻ പറഞ്ഞാൽ സെലക്ടിങ് ബെസ്റ്റ് എന്നാണ്. സിമുലേഷൻ മോഡൽസ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ AI ബേസ്ഡ് റെക്കമെൻഡേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബെസ്റ്റ് ചൂസ് ചെയ്യാൻ സഹായിക്കുകയാണ്, ഏറ്റവും ബെസ്റ്റ് ചൂസ് ചെയ്യാൻ സഹായിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയാം. എ ലോജിസ്റ്റിക് കമ്പനി സജസ്റ്റ് ഫാസ്റ്റസ്റ്റ് ഡെലിവറി റൂട്ട്. ഒരു ലോജിസ്റ്റിക് കമ്പനി എന്ത് ചെയ്യാണ്, അവരുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ഏറ്റവും ഫാസ്റ്റായിട്ടുള്ള റൂട്ട് ഏതാണെന്ന് കണ്ടെത്തുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ ബെസ്റ്റായിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ സഹായിക്കുന്നതാണിത് പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ബെനിഫിറ്റ്സ് ഓഫ് പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ്. ഫസ്റ്റ് പോയിൻ്റാണ് റെക്കമെൻഡ് ബെസ്റ്റ് ആക്ഷൻ. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആക്ഷൻ റെക്കമെൻഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഇംപ്രൂവ് ഡിസിഷൻ മേക്കിങ്ങിന് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്നു. തീരുമാനങ്ങളൊക്കെ നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. ഒപ്റ്റിമൈസ് റിസോഴ്സ് യൂട്ടിലൈസ്, റിസോഴ്സൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് സഹായിക്കുന്നു. ദെൻ ഇൻക്രീസ് ബിസിനസ് എഫിഷ്യൻസി, ഒരു ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ റെഡ്യൂസ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി, റിസ്ക്കും അൺസർട്ടനിറ്റിയും കുറക്കാൻ സഹായിക്കുന്നു. സപ്പോർട്ട് സ്ട്രാറ്റജിക് പ്ലാനിങ്, ഒരു ബിസിനസ്സിന് ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. പ്രോബ്ലം സോൾവിങ് എൻഹാൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്നു. ടൈമും കോസ്റ്റും നല്ല രീതിയിൽ സേവ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാനും പ്രിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്സ് സഹായിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് 4 ടൈപ്സാണ്. ബിസിനസ് അനലിറ്റിക്സിൻ്റെ 4 ടൈപ്സ് പറഞ്ഞു. 1 ഡിസ്ക്രിപ്റ്റീവ്, 2 ഡയഗ്നോസ്റ്റിക്, 3 പ്രഡിക്റ്റീവ്, 4 പ്രിസ്ക്രിപ്റ്റീവ്. ഈ 4ഉം കൃത്യമായിട്ട് പഠിക്കുക, അതിൻ്റെ ബെനിഫിറ്റും കൂടിയും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബിസിനസ് അനലിറ്റിക്സിൻ്റെ
ഏരിയയാണ് പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ പ്രോബബിലിറ്റിയുടെ ഏരിയ ഡിസ്കസ് ചെയ്യും. എല്ലാവരും ക്ലാസ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.